നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ് പുതിയതായിട്ട് ഒന്നുകൂടി മുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ആണെങ്കിൽ ഒരു ഈടും കൊടുക്കാതെ, അതായത് ഈടായിട്ട് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മുദ്ര ലോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ മുദ്ര ലോണിനെ പറ്റിയിട്ട് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ടാവും. മുദ്ര ലോൺ അങ്ങനെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെ നമ്മൾ പരസ്യങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളായിരുന്നു ഇതേ കാലം വരെ. പക്ഷെ ഇപ്പൊ അതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ ബാങ്കുകൾക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം പിന്നെ അന്നത്തെ കാലത്ത് ബാങ്കുകളാണെങ്കിലും റിട്ടയർഡ് ആവാൻ പോയിരിക്കുന്ന മാനേജർമാർക്കാണെങ്കിലും ഈ ലോൺ കൊടുക്കാൻ ഒരു ചെറിയൊരു ഭയമായിരുന്നു. കാരണം തിരിച്ചടവ് ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്കും അതൊരു ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഈ പറയുന്ന മുദ്ര ലോൺ അധികം എന്താ പറയുക അപേക്ഷ വെച്ചാൽ പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് പുതിയൊരു സ്റ്റേജിലേക്ക് പോകാനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ 1 സാധനമാണ് ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മുദ്ര ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റെന്റിനുള്ള സ്ഥാപനമാണെങ്കിൽ റെന്റ് അഗ്രിമെന്റ് ഉണ്ടാവും, ലൈസൻസ് ഉണ്ടാവും, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതൊക്കെ വേണ്ട ഇതാണെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, GST ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ GST നമ്പർ ഉണ്ടാവും. ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് GST ഫസ്റ്റ് ആണ്. പിന്നെ 20 ലക്ഷത്തിന് മുകളിലേക്കുള്ള ട്രാൻസാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന GST ഫസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ GST ഉള്ള ഈ പറയുന്ന രേഖകളെല്ലാം വെച്ച് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. പ്രൊജക്ട് റിപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു CA കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ അടുത്തുള്ള SBI ബാങ്കിൽ പോകണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് SBI ബാങ്കിൽ പോകണം. SBI ബാങ്കിൽ പോയതിനു ശേഷം നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ പറയുന്ന മുദ്ര ലോൺ കൊടുക്കുന്നത് ഏത് ബാങ്കാണെന്ന് അന്വേഷിക്കണം. SBI ബാങ്കാണ് മുദ്ര ലോൺ കൊടുക്കാൻ ആയിട്ടുള്ള ബാങ്ക്. പക്ഷെ ഓരോ നാട്ടിലും ഈ പറയുന്ന ജനങ്ങളുടെ സാന്ദ്രതയും അതുപോലെ ഈ പറയുന്ന ബാങ്കിന്റെ ബ്രാഞ്ചൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് പല സ്ഥലങ്ങളിലും മറ്റു പല ബാങ്കുകളാണ് ഈ പറയുന്ന മുദ്ര ലോൺ കൊടുക്കാനുള്ള ഓപ്ഷൻസ്. അതായത് ചില പഞ്ചായത്തിൽ ഇന്ന ബാങ്ക് ആയിരിക്കും, ചില പഞ്ചായത്തിൽ SBI തന്നെയായിരിക്കും, ചില പഞ്ചായത്തിൽ വേറെ ബാങ്കുകൾക്കാണ് ഇത് കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പോയിട്ട് SBI ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കുക, ഞങ്ങളുടെ ബാങ്ക് എവിടെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഇതാണ്, ഇന്ന പഞ്ചായത്തിൽ ഏത് ബാങ്കാണ് ഈ പറഞ്ഞ മുദ്ര ലോൺ കൊടുക്കുന്നതെന്ന് അന്വേഷിക്കുക. അതിനുശേഷം മുദ്ര ലോൺ ഒരു 3 ടൈപ്പ് ഉണ്ട്. അത് ശിശു, തരുൺ, കിഷോർ അങ്ങനെ എന്തോ 3 ടൈപ്പ് ഉണ്ട്. അതായത് 50,000 വരെയുള്ളതും പിന്നെ 5 ലക്ഷത്തിൽ താഴെയുള്ളതും പിന്നെ 5 ലക്ഷത്തിന് മുകളിലുള്ളതും അങ്ങനെ ഇതൊരു 3 ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് നോക്കണം. കാരണം വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ലോൺ കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 3 മാസം കൊണ്ട് ലോൺ പാസ്സായി കിട്ടേണ്ടതാണ്. പിന്നെ ചില സ്കീമുകളിൽ മിക്കവാറും മുദ്ര ലോണിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിലേക്ക് കിട്ടില്ല. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. അതായത് പർച്ചേസ് ചെയ്യും. ഇപ്പൊ നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ആയിട്ട് കിട്ടുള്ളൂ. കമ്പ്യൂട്ടർ വാങ്ങുന്ന ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ആ സ്ഥാപനത്തിലേക്കായിരിക്കും ഈ പറയുന്ന ബാങ്കിൽ നിന്ന് ക്യാഷ് പോകുന്നത്, ചെക്കായിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ അതിനകത്ത് വ്യത്യാസം വന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 5% മുതലാണ് ഇതിലൊരു പലിശ നിരക്ക് എന്ന് പറയുന്നത്. അത് ബാങ്ക് മാനേജറുടെ കഴിവ് പോലെ ഇരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സിബിൽ അനുസരിച്ചിരിക്കും, സിവിൽ സ്കോർ അനുസരിച്ചിരിക്കും ബാങ്ക് മാനേജറും തീരുമാനിക്കുന്നത് എത്ര ശതമാനം പലിശയ്ക്കാണ് ഇതിന് സാധനം കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത്. തിരിച്ചടവിന്റെ ആ ഒരു സംഭവമൊക്കെ വരുന്നത് ആ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഏതായാലും ഈ ഒരു എന്താ പറയുക മുദ്ര ലോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്ക് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്ന ആളാണെങ്കിലും ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഇരിക്കുന്ന ആളാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ പറയുന്ന മുദ്ര ലോൺ എന്ന് പറയുന്നത്. മുദ്ര ലോൺ ഇപ്പോൾ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു സമയമാണ്. ഗവൺമെന്റ് അതിന് രീതിയിൽ നല്ല രീതിയിൽ പ്രഷർ ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം അത്ര നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് അവർ ഒഴിവാക്കുള്ളൂ. മാക്സിമം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ ടിപ്സ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.